ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബുക്ക് ഓഫ് ലോഡിലൂടെ വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ ദൈവം കൃപ ചെയ്ത് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കുന്നത് ത്രിയേകം, തൃത്വം എന്നീ വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകളും സംസാരിച്ചു നിന്ന് തൃത്വം, ത്രിയേകം. ചില ആളുകൾ തൃത്വം, ത്രിയേകം എന്ന വിഷയങ്ങളിൽ പലപ്പോഴും അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ദൈവം ത്രിയേകനാണെന്നും തൃത്വമാണെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഉണ്ട്. കാരണം അവർ പഠിച്ചു വന്ന അല്ലെങ്കിൽ അവർ ചെയ്തു വന്ന ആ രീതികളിൽ നിന്നുമാണ് ഈ പറയുന്ന പ്രാക്ടീസുകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സത്യം അവരറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ പറയുന്ന ദൈവം ഏകനാണ്, അല്ലേ? 3 പേരും 3 വ്യക്തികൾ കൂടുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോഴും മത്തായിയുടെ സുവിശേഷം 28:19 പറയുമ്പോഴും ഒരിക്കലും യേശുക്രിസ്തു പറയുന്നില്ല ദൈവം 3 പേരാണെന്നും 3 വ്യക്തികളാണെന്നും സമർത്ഥിക്കുന്നില്ല. ദൈവം ഒരുവനെന്ന് മാത്രമേ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അതുതന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമായ സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പല ആളുകളും അത് ഉപയോഗിച്ച് വരുന്നതിൻ്റെ കാരണം, അതായത് എല്ലാ വിശ്വാസങ്ങളിലും ഒരു ത്രിമൂർത്തി സങ്കല്പമുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ആ വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിലുമുണ്ട്. പക്ഷെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള വിശ്വാസം 3 ദൈവങ്ങൾ അല്ലെങ്കിൽ 3 വ്യക്തികൾ കൂടുന്ന ദൈവത്തെക്കുറിച്ച് അല്ല അനുസ്മരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിന് പഴയ കാലങ്ങളിലൊക്കെ ചില ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രായമുള്ള ഒരു വയോധികനായ പിതാവിനെയും ചെറുപ്പക്കാരനായ ഒരു പുത്രനെയും പ്രാവ് പോലെയുള്ള ഒരു പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ എന്ന് പറയുമ്പോൾ അതൊരു ഉദാഹരണ സഹിതം അവിടെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ വന്നു ഇറങ്ങി എന്ന് വളരെ വളരെ ലളിതമായ രീതിയിൽ അത് എഴുതിയിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരിക്കലും പ്രാവല്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവല്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ ദൈവം ആരാണ്? ആത്മാവാണ്. ആത്മാവായ ദൈവം എങ്ങനെയാണ് പ്രാവാകുന്നത്? പ്രാവല്ല. ആത്മാവായ ദൈവം അദൃശ്യനാണ്. ആ അദൃശ്യനായ ദൈവം ഒരിക്കലും പ്രാവായിട്ടിരിക്കുമോ? വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. ഈ തൃത്വം, ത്രിയേകം എന്ന വിശ്വാസം വന്നിരിക്കുന്നത് ബാബിലോണുകളിൽ നിന്നാണ്. ബാബിലോണിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ദൈവം ഏകനാണ്, അഖാദ എന്ന വാക്ക് എന്നർത്ഥമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. അപ്പം യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് പറയുമ്പോൾ യഹോവ മാത്രമാണ് ദൈവം, വേറൊരു ദൈവം നമുക്കില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പം യഹോവ മാത്രം ദൈവം. അപ്പം ദൈവത്വത്തിൽ ഐക്യതയുണ്ടെന്നൊക്കെ ചിലർ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഏകത്വത്തിൽ എവിടെയാണ് ഈ ഐക്യം വരുന്നത്? ദൈവം ഒരുവനാണെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ഐക്യം വരുന്നത്? ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. അപ്പൊ ബാബിലോണിയരുടെ ആകെ ഏക ദൈവത്തിൽ എന്തുണ്ടായിരുന്നു? 3 വ്യക്തികളുണ്ടായിരുന്നു. അപ്പൊ ബാബിലോണിലാണ് ഈ ആരാധന തുടങ്ങുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ വിശ്വസിച്ചു കൊണ്ടിരുന്നത് തൃത്വ ഉപദേശത്തിന്റെ പ്രതീകമായി അവർ സമപൂജ, ത്രികോണമാണ് ഉപയോഗിക്കുന്നതെന്ന് ലയാണർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ലയാഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. സമഭുജ ത്രികോണം ഉപയോഗിച്ചിരുന്നു ദൈവത്തെ അവർ അളക്കാൻ വേണ്ടി. അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, പല ആളുകളും ദൈവത്തെ ഉപയോഗിക്കുന്നില്ല, ഈ തേങ്ങയുടെ കണ്ണും റബ്ബർക്കായുടെ കുരുവും പഴവുമൊക്കെ കാണിച്ചിട്ടാണ് പല ആളുകളും ദൈവത്തെ ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടി 3 പേരടങ്ങുന്ന ഒരു വ്യക്തിത്വമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില ഉദാഹരണങ്ങൾ. അപ്പൊ അന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, അതായത് സമഭുജ ത്രികോണത്തിലാണ് ദൈവം ഇരിക്കുന്നത്, ഐക്യമാണെന്ന് കാണിക്കാൻ വേണ്ടി സമഭുജ ത്രികോണാകൃതിയിൽ അവർ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ത്രിരൂപ ദൈവത്തെ ചിത്രീകരിക്കാൻ ഇത് തന്നെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 2 സംഭവങ്ങൾ അത്ര താരതമ്യപ്പെടുത്തുമ്പോൾ ദൈവത്തെ നമുക്ക് ആരോട് ഉപമിക്കാൻ പറ്റും? ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ആരോട് നമ്മൾ ഉപമിക്കുമെന്നാണ്. അപ്പം
അപ്പൊ എന്താണ് അപ്പൊ ദൈവത്തെ നമുക്ക് ആരോട് സദൃശ്യനാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. സമഭുജ ത്രികോണത്തോടോ അല്ലെങ്കിൽ ത്രീ ചേർന്നതാണെന്നോ അല്ലെങ്കിൽ ത്രിയേകമാണെന്നോ ഒക്കെ ചേർത്ത് സംസാരിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ദൈവം ഏകനാണ്. അതിൽ നിന്ന് വള്ളിയോ പുള്ളിയോ നീക്കുവാൻ നമുക്ക് അവകാശമില്ല. അത് ഏത് ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ അത് പാടില്ല. ഇപ്പം നിക്കായിൽ പറയുകയാണെങ്കിൽ നിക്ക സത്യ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് മുന്നോട്ട് വായിക്കുമ്പോൾ സത്യദൈവത്തിൽ നിന്ന് ജനിച്ച വേറൊരു ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അല്ലേ? പിന്നെ അതുകൂടാതെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിക്കയൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ എടുത്തപ്പോൾ നിങ്ങളോട് സംസാരിച്ച ഒരു കാര്യമാണ് നിക്കയില് 3-4 ദൈവങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതിനെ കുറിച്ച്, അല്ലെ? സത്യേക ദൈവം എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബന്ധിക്കോസ് മാസ്റ്റർമാർ ചില പണ്ഡിതന്മാർ ഇറക്കി വിട്ടതാണ് ഈ തൃത്വവും ത്രിയേകവും എന്ന് പറയുന്ന പദങ്ങളൊക്കെ. അപ്പൊ അവർ ബൈബിൾ കോളേജുകളിൽ പഠിച്ചതോ അല്ലെങ്കിൽ ആരോ എഴുതി വെച്ചിരിക്കുന്ന അതേപടി എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? നമ്മൾ അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ശേഷം കൊടിയ ചെന്നായ്ക്കൾ സഭകളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറും. അപ്പൊ ആ നുഴഞ്ഞു കയറ്റത്തിൽ നിന്നുമാണ് ഈ തൃത്വം എന്ന രൂപം അല്ലെങ്കിൽ ദൈവം തൃത്വമാണ്, ത്രിയേകമാണ് എന്നുള്ള കാര്യങ്ങൾ ഊന്നി വന്നത്, അല്ലെങ്കിൽ അത് മുന്നിലേക്ക് വന്നത്. പിന്നീട് എല്ലാവരും വിശ്വസിച്ച് ദൈവം തൃത്വമാണ്, ത്രിയേക ദൈവമാണ് എന്ന് പലരും ചിന്തിക്കാൻ തുടങ്ങി. ആ തെറ്റിദ്ധാരണകളാണ് പിന്നീട് തൃത്വത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തൃത്വ ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കലുണ്ടായിരുന്നു. അതായത് പല രൂപങ്ങൾ, അതായത് ചിത്രത്തെക്കുറിച്ച് കാണുമ്പോൾ ചില ചിത്രങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക, പിതാവും പുത്രദൈവവും പിതാവായ ദൈവവും പുത്രനായ ദൈവവും ഒരു ശരീരവും 2 കൈകളും 2 ശിരസുകളുമുള്ള മനുഷ്യനായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതാണ് പിന്നീട് ഈ ബന്ധക്കോസുകാർ അതിനെ എടുത്തു മാറ്റിയിട്ട് അത് അങ്ങനെ അല്ലിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ആളുകളൊക്കെയും എന്താണ് ചെയ്തു വരുന്നെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഏകനാണ്. അപ്പൊ നമ്മൾ ആ ചിന്തയിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ ദൈവവും, അപ്പം അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ്, ഒരു ശരീരവും 2 കൈകളുമുണ്ട്. അപ്പോൾ ഒരു ശരീരമുണ്ട്, 2 കൈകളുണ്ട്, അതുപോലെ തന്നെ 2 ശിരസ്സുകളുള്ള മനുഷ്യനായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അത് പിന്നീട് അതൊരു വിശ്വാസമായി മാറി. ദൈവം അങ്ങനെ ഇരിക്കുന്നെന്ന് വിശ്വസിപ്പിക്കാൻ തുടങ്ങി. കാലങ്ങളോളം അത് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ മനുഷ്യരിലേക്ക് കയറ്റിവിട്ടു. അത് പിന്നീട് എന്തായി, തൃത്വസ്തുതികളിലേക്കും തൃത്വ ആരാധനകളിലേക്കും 3 പേർ കൂടിയ ദൈവമാണെന്നുള്ള ചിന്താഗതിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഒരുവൻ എന്നുള്ളത് മൂവരായി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അപ്പോൾ എന്താണ്, പല രാജ്യങ്ങളും നമ്മൾ കാണുന്ന ത്രിയേകൻ എന്ന വാദമാണ് പിന്നീട് ഉണ്ടായത്. കാരണം ഈ വിശ്വാസത്തിൽ നിന്നാണ് പിന്നീട് ത്രിയേകൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായത്. പല സ്ഥലങ്ങളിലും എന്താണ്, മാതാവ് ശിശു ആരാധനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ മാതാവും ശിശുവും ഉള്ള ആരാധനകളും വന്നിരുന്നു. അങ്ങനെ അതിൽ നിന്നും ഒരു തൃത്വാരാധന ചില സ്ഥലങ്ങളിൽ നിലകൊണ്ടിരുന്നു. അതായത് മാതാവും ശിശുവും പിതാവോട് നിൽക്കുന്ന പടങ്ങൾ, അത് പിന്നീട് ഒരു തൃത്വമായി മാറി, അതൊരു തൃത്വ കുടുംബമായി മാറി എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, ത്രിയേക ദൈവത്തെ ചിത്രീകരിക്കുവാനായിട്ട് നിത്യരായ പിതാവ് ദൈവാത്മാവ് മനുഷ്യ മാതാവായി അവതാരമെടുത്തു. അങ്ങനെ വിശ്വസിക്കുന്ന ചില തൃത്വങ്ങളുണ്ട്. അതായത് ആ അവതാരത്തിന്റെ ഫലമായിട്ടുണ്ടായ ദൈവപുത്രൻ എന്ന് വരെയും ചിന്തിച്ച ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഈ തൃത്വം എന്ന് പറയുന്ന സംഗതിയിൽ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാലെങ്കിലും തീരെയല്ല. സമപൂജ ആകൃതിയിലുള്ള ഈ തൃത്വത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്, അല്ലേ? അപ്പം കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു മാതാവിനെ ആരാധിക്കരുത് അല്ലെങ്കിൽ മറിയത്തെ ആരാധിക്കരുത് എന്ന്
റോമിൽ നിന്ന് അനൗൺസ്മെന്റ് ഉണ്ടായിട്ട് ആരും എന്ത് ചെയ്തില്ല. ഇപ്പോഴും ആളുകൾ അത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും എന്താണ്, അത് തെറ്റാണെന്നുള്ള കാര്യം അവിടുന്ന് അനൗൺസ്മെന്റ് വന്നിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഈ തൃത്വത്തെ എത്രമാത്രം ശ്രദ്ധിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. അപ്പം ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം മനുഷ്യനായിട്ട് എന്ത് ചെയ്തേക്കാണ്, വെളിപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. അവതാരമല്ല പിന്നെന്താണ്, മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കാണ് അതിന് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കുന്നു, സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയെ സ്നേഹിക്കുന്നതിന് മൂലം മനുഷ്യനായി വെളിപ്പെട്ടു. അതായത് ദൈവം വാസ്തവമായും എന്താണ്, ആരാണെന്നും ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നും വെളിപ്പെടുത്തി ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളത്. അതായത് സകല ലോകം എന്താണ്, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അതുപോലെ പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ മനുഷ്യനായി, അല്ലെ, അവനും അവരെ പോലെ ആയി എന്ന് എബ്രായർ ലേഖനത്തിൽ പറയുന്നു, അല്ലെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്, അല്ലെ. അതാണ് അതിനകത്ത് പ്രധാനമായ സത്യം. മക്കൾ എന്താണ്, ജഡരക്തങ്ങളോട് കൂടിയവരാണ്. അപ്പൊ ആ ജഡരക്തങ്ങളോട് കൂടിയ മക്കളെ പോലെ ആകുവാൻ അവൻ ആ ശരീരം സ്വീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പം പാപപരിഹാരത്തിനായിട്ട് എന്ത് ചെയ്യണം, രക്തം ചൊരിയണം എന്ന് വിശ്വസിച്ചു. അപ്പോൾ എന്താണ്, അതിനു വേണ്ടി, അല്ലെ, ഒരു മനുഷ്യനെ കൊണ്ടത് സാധ്യമല്ല. കാരണം പാപമില്ലാത്ത ഒരു മനുഷ്യൻ, അല്ലെ, നമ്മളിപ്പോ പാപം ചെയ്യാത്തൊരു മനുഷ്യൻ, പാപം ചെയ്യാത്തൊരു കുഞ്ഞാട എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ. അപ്പം ദൈവം എന്ന് പറയുമ്പോൾ ദൈവം പാപത്തിൽ വസിക്കുന്നവനല്ല, പാപത്തിൽ ജീവിക്കുന്നവനല്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പാപത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനം പറയുന്ന സത്യം എന്ന് പറയുന്നത്. എല്ലാവരും പാപത്തിന്റെ കീഴിലെന്ന് പറയുമ്പോൾ തന്നെ അവരെ പോലെ ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരുടെ ഇടയിൽ ഒരു മോചനം ലഭിക്കത്തുള്ളൂ. അതുപോലെ ആയിത്തീർന്നു ദൈവം മനുഷ്യനെ പോലെ. അതാണ് വേഷത്തിൽ മനുഷ്യനായി എന്ന് ഫിലിപ്പർ പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, ലോകത്തിന്റെ പാപപരിഹാരം വരുത്തുന്ന യാഗപുരുഷൻ മനുഷ്യ, അല്ലെങ്കിൽ മനുഷ്യ വെളിപ്പാടായി, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു. അതായിരുന്നു യേശുക്രിസ്തു. അത് ഇന്നും ആർക്കും അറിയത്തില്ലാത്തൊരു വാസ്തവമാണ്. പലരും ഇന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പിതാവ് മുകളിലിരിക്കുമ്പോൾ ഒരു പുത്രൻ ഭൂമിയിൽ കൂടി നടക്കുന്നു എന്നുള്ളതാണ് പല ആളുകളുടെയും വാസ്തവം എന്ന് പറയുന്നത്, അല്ലെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പീലിപ്പോസ് ചോദിച്ചതിന് മറുപടി കൊടുക്കുന്നത്. ഇപ്പൊ പീലിപ്പോസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്തോ ചിരി പോലാണ്. പക്ഷെ പീലിപ്പോസ് ചോദിക്കുകയാണ്, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അതിന് പറഞ്ഞ മറുപടി എന്താ, ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ പീലിപ്പോസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ മറ്റൊരാളായിരുന്നെങ്കിൽ അത് സ്വർഗത്തിൽ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചേനേമായിരുന്നു. പക്ഷെ അത് സംസാരിക്കുവാനായിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്യുന്നില്ല, ഒരുങ്ങുന്നില്ലാത്തിടത്തോളം കാലം ഭൂമിയിലുള്ള ആ വ്യക്തി തന്നെയായിരുന്നു മനുഷ്യനായി വെളിപ്പെട്ടത്, അല്ലെങ്കിൽ സ്വർഗത്തിലിരുന്ന ആ വ്യക്തി തന്നെയായിരുന്നു മനുഷ്യനായി വെളിപ്പെട്ടെന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. വാസ്തവങ്ങളിൽ വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ആരും കണ്ടിട്ടില്ല, സൃഷ്ടാവായ ദൈവത്തെ എന്ത് ചെയ്തിട്ടില്ല, ആരും കണ്ടിട്ടില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്. അപ്പൊ പല ആളുകളും പറയുന്നു മോശ കണ്ടായിരുന്നു, മോശ പുറംഭാഗം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പറയാറുണ്ട്. അല്ലെങ്കിൽ അബ്രഹാം കണ്ടു. പക്ഷെ എന്നിട്ടും പുതിയ നിയമം പറയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും എന്ത് ചെയ്തിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ കണ്ടത്? ദൈവം മനുഷ്യനായി വെളിപ്പെട്ടപ്പോഴാണ് എല്ലാവരും കണ്ടെന്നാണ് യോഹന്നാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ. അതുപോലും മനസ്സിലാക്കാൻ ഇന്നത്തെ ആളുകൾക്ക് കഴിയുന്നില്ല. അപ്പൊ ഇത് സബ്ജക്റ്റ് ഇത് കേൾക്കുമ്പോൾ പല ആളുകളും പറയുന്നത് ഇത് കൊച്ചുകുട്ടികൾ ചോദിക്കുന്നവരാണല്ലോ ഇത് ചോദിക്കുന്നത്. കൊച്ചുകുട്ടികൾ ചോദിക്കുന്നതിന്റെ അല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവവചനം പറയുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം, അല്ലേ. ഇപ്പൊ സൃഷ്ടാവായ ദൈവം എന്ത് ചെയ്തു, സത്യത്തിന് സാക്ഷി നിൽക്കാൻ വേണ്ടി അവൻ മനുഷ്യനായി വെളിപ്പെട്ട് മനുഷ്യപുത്രനായി. കാരണം ഒരു ദൈവം, അദൃശ്യനായ ആ ആത്മാവായ ദൈവം ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നു, അല്ലേ.
മനുഷ്യ അവതാരം എടുത്തുകൊണ്ട് മനുഷ്യപുത്രനായി എന്ന് റോമൻ ഭരണാധികാരിയുടെ നീതിപീഠത്തിന് മുമ്പാകെ മനുഷ്യനായി നിന്നുകൊണ്ട് യേശു സാക്ഷ്യപ്പെടുത്തുന്നു. എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നു. ആര്? അദൃശ്യനായ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ ഇതാ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വന്നു നിൽക്കുകയാണ്. അല്ലേ? താൻ രാജാവാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ രാജാവാണോ? അല്ല, ഒരേ ഒരു രാജാവേ ഉള്ളൂ. അത് ദൈവം തന്നെയാണ് ആ രാജാവ്. ആ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു എന്ന് അവിടെ പറയുന്നു. അപ്പം ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലേ? അപ്പം അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം എന്ന് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്ന ഒരു കാര്യമുണ്ട്. മഹോന്നതനായ ഏക സത്യദൈവം എന്ത് ചെയ്യുന്നു? സ്തോത്രയാഗങ്ങൾ എന്ത് ചെയ്തു? അർപ്പിച്ച് ആരാധിക്കുന്നു. അപ്പൊ ദൈവം മനുഷ്യനായിട്ട് വന്ന് നമ്മളെ ഉപദേശിക്കുന്നു. അപ്പൊ ദൈവം എന്താകുന്നു എന്നവിടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നു, ദൈവം ആത്മാവാണ്, ആത്മാവുമാണ്, അദൃശ്യനാണ്, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനാണ്. ആ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത ദൈവം മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ വന്നു പാർത്തു എന്നവിടെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:30 പറയുന്നു, അല്ലെ? സൃഷ്ടാവായ ദൈവം എന്താണ്? ആ ആത്മാവായ ദൈവവും എല്ലാം ഒന്ന് തന്നെയാണ്, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള വാസ്തവം. അപ്പൊ എന്താണ്? അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ ദൈവം ഭാവിയിൽ ഒരിക്കൽ മനുഷ്യനായി അവതരിക്കുമെന്ന് യെശയ്യാവും യെരമ്യാവും പോലുള്ള എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, യെശയ്യാവിന്റെ പുസ്തകം 9:6 പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നുള്ള അർത്ഥത്തില. നിത്യപുത്രനല്ല, നിത്യപിതാവ് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത്. അപ്പം ദൈവം മനുഷ്യനായി വെളിപ്പെടുമെന്ന് യെശയ്യാവ് കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ തൃത്വമായുള്ള സമഭുജാകൃതിയിലുള്ള ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ എന്താണ്? അപ്പോൾ യഥാർത്ഥ വെളിപ്പാടുകൾ വരേണ്ടത് അവിടെയാണ്. മനുഷ്യനുണ്ടാകേണ്ട വെളിപ്പാടുകൾ അവിടെയാണ്. തൃത്വമായ സമഭുജാകൃതിയിലുള്ള ദൈവത്തെ അല്ല നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടത്. നമുക്ക് ഏകദൈവത്തെ, അല്ലെ? ഏകദൈവം മനുഷ്യനായി വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നുള്ള വെളിപ്പാടാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പൊ അതാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് നമ്മുടെ വിജയം. അതാണ് ഒരു ദൈവ പൈതലിന് വേണ്ട വിശ്വാസവും അത് തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതല്ല. പിതാക്കന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്, വരുന്ന ദിവസങ്ങളിൽ പിതാക്കന്മാരെ കുറിച്ച് പരിചയപ്പെടുത്താം. പിതാക്കന്മാർ എന്തൊക്കെയാണ്, തെർത്തുല്യനും ഓർഗിനും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ എന്താണ്? ഏക ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ തൃത്വം എന്ന് പറയുന്ന സമഭുജങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇടയിൽ നിന്ന് എടുത്തു കളയണം. കാരണം ഏക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ട. ദൈവം ഒരുവനേ ഉള്ളൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലങ്ങളിൽ മുന്നോട്ട് നീങ്ങുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോ ഗുണമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബുക്ക് ഓഫ് ലോഡിലൂടെ വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ ദൈവം കൃപ ചെയ്ത് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കുന്നത് ത്രിയേകം, തൃത്വം എന്നീ വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകളും സംസാരിച്ചതിൽ നിന്ന് തൃത്വം, ത്രിയേകം, ചില ആളുകൾ തൃത്വം, ത്രിയേകം എന്ന വിഷയങ്ങളിൽ എന്താണ് പലപ്പോഴും അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ദൈവം ത്രിയേകനാണെന്നും തൃത്വമാണെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഉണ്ട്. കാരണം അവർ പഠിച്ചു വന്ന അല്ലെങ്കിൽ അവർ ചെയ്തു വന്ന ആ രീതികളിൽ നിന്നുമാണ് ഈ പറയുന്ന പ്രാക്ടീസുകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സത്യം അവരറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ പറയുന്ന ദൈവം ഏകനാണ്, അല്ലേ? 3 പേരും 3 വ്യക്തികൾ കൂടുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുമ്പോഴും മത്തായിയുടെ സുവിശേഷം 28:19 പറയുമ്പോഴും ഒരിക്കലും യേശുക്രിസ്തു പറയുന്നില്ല ദൈവം 3 പേരാണെന്നും
മൂന്ന് വ്യക്തികളാണെന്നും സമർത്ഥിക്കുന്നില്ല. ദൈവം ഒരുവനെന്ന് മാത്രമേ യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അത് തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമായ സത്യം എന്ന് പറയുന്നത്. ആ സത്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പല ആളുകളും അത് ഉപയോഗിച്ച് വരുന്നതിൻ്റെ കാരണം, അതായത് എല്ലാ വിശ്വാസങ്ങളിലും ഒരു ത്രിമൂർത്തി സങ്കല്പമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ആ വിശ്വാസം ക്രിസ്തീയ വിശ്വാസത്തിലുമുണ്ട്. പക്ഷെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള വിശ്വാസം മൂന്ന് ദൈവങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വ്യക്തികൾ കൂടുന്ന ദൈവത്തെക്കുറിച്ച് അല്ല അനുസ്മരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിന് പഴയ കാലങ്ങളിലൊക്കെ ചില ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രായമുള്ള ഒരു വയോധികനായ പിതാവിനെയും ചെറുപ്പക്കാരനായ ഒരു പുത്രനെയും പ്രാവ് പോലെയുള്ള ഒരു പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ എന്ന് പറയുമ്പോൾ അതൊരു ഉദാഹരണ സഹിതം അവിടെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ വന്നു ഇറങ്ങി എന്ന വളരെ എന്താ പറയുക, വളരെ ലളിതമായ രീതിയിൽ അത് എഴുതിയിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരിക്കലും പ്രാവല്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാവല്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ ദൈവം ആരാണ്? ആത്മാവാണ്. ആത്മാവായ ദൈവം എങ്ങനെയാണ് പ്രാവാകുന്നത്? പ്രാവല്ല. ആത്മാവായ ദൈവം അദൃശ്യനാണ്. ആ അദൃശ്യനായ ദൈവം ഒരിക്കലും പ്രാവായിട്ടിരിക്കുമോ? വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. ഈ തൃത്വം ത്രിയേകം എന്ന വിശ്വാസം വന്നിരിക്കുന്നത് ബാബിലോണുകളിൽ നിന്നാണ്. ബാബിലോണിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, അതായത് ദൈവം ഏകനാണ്, അഖാദ് എന്ന വാക്ക് എന്നർത്ഥമാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. അപ്പം യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് പറയുമ്പോൾ യഹോവ മാത്രമാണ് ദൈവം, വേറൊരു ദൈവം നമുക്കില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പം യഹോവ മാത്രം ദൈവം. അപ്പം ദൈവത്വത്തിൽ ഐക്യതയുണ്ടെന്നൊക്കെ ചിലർ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഏകത്വത്തിൽ എവിടെയാണ് ഈ ഐക്യം വരുന്നത്? ദൈവം ഒരുവനാണെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ഐക്യം വരുന്നത്? ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. അപ്പൊ ബാബിലോണ്യരുടെ ആകെ ഏക ദൈവത്തിൽ എന്തുണ്ടായിരുന്നു? മൂന്ന് വ്യക്തികളുണ്ടായിരുന്നു. അപ്പൊ ബാബിലോണിലാണ് ഈ ആരാധന തുടങ്ങുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇതിന്റെ ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ വിശ്വസിച്ചു കൊണ്ടിരുന്നത് തൃത്വ ഉപദേശത്തിന്റെ പ്രതീകമായി അവർ സമപൂജ, ത്രികോണമാണ് ഉപയോഗിക്കുന്നതെന്ന് ലയാണർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ലയാഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. എന്താണ്? സമഭുജ ത്രികോണം ഉപയോഗിച്ചിരുന്നു ദൈവത്തെ അവർ അളക്കാൻ വേണ്ടി. അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, പല ആളുകളും ദൈവത്തെ ഉപയോഗിക്കുന്നില്ല, ഈ തേങ്ങയുടെ കണ്ണും റബ്ബർക്കായുടെ കുരുവും പഴവും ഒക്കെ കാണിച്ചിട്ടാണ് പല ആളുകളും ദൈവത്തെ ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടി മൂന്ന് പേരടങ്ങുന്ന ഒരു വ്യക്തിത്വമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില ഉദാഹരണങ്ങൾ. അപ്പൊ അന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, അതായത് സമഭുജ ത്രികോണത്തിലാണ് ദൈവം ഇരിക്കുന്നത്, ഐക്യമാണെന്ന് കാണിക്കാൻ വേണ്ടി സമഭുജ ത്രികോണാകൃതിയിൽ അവർ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ത്രിരൂപ ദൈവത്തെ ചിത്രീകരിക്കാൻ ഇത് തന്നെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ അത്ര താരതമ്യപ്പെടുത്തുമ്പോൾ ദൈവത്തെ നമുക്ക് ആരോട് ഉപമിക്കാൻ പറ്റും? ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ആരോട് നമ്മൾ ഉപമിക്കുമെന്നാണ്. അപ്പൊ എന്താണ്? അപ്പൊ ദൈവത്തെ നമുക്ക് ആരോട് സദൃശ്യനാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. സമഭുജ ത്രികോണത്തോടോ അല്ലെങ്കിൽ ത്രീ ചേർന്നതാണെന്നോ അല്ലെങ്കിൽ ത്രിയേകമാണെന്നോ ഒക്കെ ചേർത്ത് സംസാരിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ദൈവം ഏകനാണ്. അതിൽ നിന്ന് വള്ളിയോ പുള്ളിയോ നീക്കുവാൻ നമുക്ക് അവകാശമില്ല. അത് ഏത് ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ അത് പാടില്ല. അപ്പൊ നിക്കായിൽ പറയുകയാണെങ്കിൽ നിക്ക സത്യ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് മുന്നോട്ട് വായിക്കുമ്പോൾ സത്യദൈവത്തിൽ നിന്ന് ജനിച്ച വേറൊരു ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അല്ലേ? പിന്നെ അതുകൂടാതെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിക്കയൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ എടുത്തപ്പോൾ നിങ്ങളോട് സംസാരിച്ച ഒരു കാര്യമാണ് നിക്കയില് 3-4 ദൈവങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതിനെ കുറിച്ച് അല്ലെ, സത്യേക ദൈവം എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബന്ദിക്കോസ് മാസ്റ്റർമാർ, ചില പണ്ഡിതന്മാർ ഇറക്കിവിട്ടതാണ് ഈ തൃത്വവും ത്രിയേകവും എന്ന് പറയുന്ന പദങ്ങളൊക്കെ. അപ്പൊ അവർ ബൈബിൾ കോളേജുകളിൽ പഠിച്ചതോ അല്ലെങ്കിൽ ആരോ എഴുതി വെച്ചിരിക്കുന്നോ അതേപടി എടുത്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ?
നമ്മൾ അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ശേഷം കൊടിയ ചെന്നായ്ക്കൾ സഭയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറും. അപ്പൊ ആ നുഴഞ്ഞു കയറ്റത്തിൽ നിന്നുമാണ് ഈ തൃത്വം എന്ന രൂപം, അല്ലെങ്കിൽ ദൈവം തൃത്വമാണ്, ത്രിയേകമാണ് എന്നുള്ള കാര്യങ്ങൾ ഊന്നി വന്നത്, അല്ലെങ്കിൽ അത് മുന്നിലേക്ക് വന്നത്. പിന്നീട് എല്ലാവരും വിശ്വസിച്ച് ദൈവം തൃത്വമാണ്, ത്രിയേക ദൈവമാണ് എന്ന് പലരും ചിന്തിക്കാൻ തുടങ്ങി. ആ തെറ്റിദ്ധാരണകളാണ് പിന്നീട് തൃത്വത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തൃത്വ ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കലുണ്ടായിരുന്നു. അതായത് പല രൂപങ്ങൾ, അതായത് ചിത്രത്തെക്കുറിച്ച് കാണുമ്പോൾ ചില ചിത്രങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക, പിതാവും പുത്രദൈവവും, എന്താണ് പിതാവായ ദൈവവും പുത്രനായ ദൈവവും ഒരു ശരീരവും 2 കൈകളും 2 ശിരസുകളുമുള്ള മനുഷ്യനായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതാണ് പിന്നീട് ഈ പെന്തിക്കോസുകാർ അതിനെ എടുത്തു മാറ്റിയിട്ട് അത് അങ്ങനെ അല്ലിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ആളുകളൊക്കെയും എന്താണ് ചെയ്തു വരുന്നെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഏകനാണ്. അപ്പൊ നമ്മൾ ആ ചിന്തയിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവവും പുത്രനായ ദൈവവും, അപ്പം അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ്, ഒരു ശരീരവും 2 കൈകളുമുണ്ട്. അപ്പൊ ഒരു ശരീരമുണ്ട്, 2 കൈകളുണ്ട്, അതുപോലെ തന്നെ 2 ശിരസ്സുകളുള്ള മനുഷ്യനായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അത് പിന്നീട് അതൊരു വിശ്വാസമായി മാറി. ദൈവം അങ്ങനെ ഇരിക്കുന്നെന്ന് വിശ്വസിപ്പിക്കാൻ തുടങ്ങി. കാലങ്ങളോളം അത് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ മനുഷ്യരിലേക്ക് കയറ്റിവിട്ടു. അത് പിന്നീട് എന്തായി, തൃത്വസ്തുതികളിലേക്കും തൃത്വ ആരാധനകളിലേക്കും 3 പേർ കൂടിയ ദൈവമാണെന്നുള്ള ചിന്താഗതിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഒരുവൻ എന്നുള്ളത് മൂവരായി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അപ്പോൾ എന്താണ്, പല രാജ്യങ്ങളും നമ്മൾ കാണുന്ന ത്രിയേകൻ എന്ന വാദമാണ് പിന്നീട് ഉണ്ടായത്. കാരണം ഈ വിശ്വാസത്തിൽ നിന്നാണ് പിന്നീട് ത്രിയേകൻ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായത്. പല സ്ഥലങ്ങളിലും എന്താണ്, മാതാവ് ശിശു ആരാധനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ മാതാവും ശിശുവും ഉള്ള ആരാധനകളും വന്നിരുന്നു. അങ്ങനെ അതിൽ നിന്നും ഒരു തൃത്വാരാധന ചില സ്ഥലങ്ങളിൽ നിലകൊണ്ടിരുന്നു. അതായത് മാതാവും ശിശുവും പിതാവോട് നിൽക്കുന്ന പടങ്ങൾ, അത് പിന്നീട് ഒരു തൃത്വമായി മാറി, അതൊരു തൃത്വ കുടുംബമായി മാറി എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, ത്രിയേക ദൈവത്തെ ചിത്രീകരിക്കുവാനായിട്ട് നിത്യരായ പിതാവ് ദൈവാത്മാവ് മനുഷ്യ മാതാവായി അവതാരമെടുത്തു. അങ്ങനെ വിശ്വസിക്കുന്ന ചില തൃത്വങ്ങളുണ്ട്. അതായത് ആ അവതാരത്തിന്റെ ഫലമായിട്ടുണ്ടായ ദൈവപുത്രൻ എന്ന് വരെയും ചിന്തിച്ച ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഈ തൃത്വം എന്ന് പറയുന്ന സംഗതിയിൽ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാലെങ്കിലും തീരെയല്ല. സമപൂജ ആകൃതിയിലുള്ള ഈ തൃത്വത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്, അല്ലേ? അപ്പം കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു മാതാവിനെ ആരാധിക്കരുത്, അല്ലെങ്കിൽ മറിയത്തെ ആരാധിക്കരുത് എന്ന് റോമിൽ നിന്ന് അനൗൺസ്മെന്റ് ഉണ്ടായിട്ട് ആരും എന്ത് ചെയ്തില്ല. ഇപ്പോഴും ആളുകൾ അത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും എന്താണ്, അത് തെറ്റാണെന്നുള്ള കാര്യം അവിടുന്ന് അനൗൺസ്മെന്റ് വന്നിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഈ തൃത്വത്തെ എത്രമാത്രം ശ്രദ്ധിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. അപ്പം ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം മനുഷ്യനായിട്ട് എന്ത് ചെയ്തേക്കാണ്, വെളിപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. അവതാരമല്ല പിന്നെന്താണ്, മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കാണ് അതിന് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കുന്നു, സൃഷ്ടാവായ ദൈവം തൻ്റെ സൃഷ്ടിയെ സ്നേഹിക്കുന്നതിന് മൂലം മനുഷ്യനായി വെളിപ്പെട്ടു. അതായത് ദൈവം വാസ്തവമായും എന്താണ്, ആരാണെന്നും ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നും വെളിപ്പെടുത്തി ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളത്. അതായത് സകല ലോകം എന്താണ്, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അതുപോലെ പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ മനുഷ്യനായി, അല്ലെ,
അവനും അവരെ പോലെ ആയി എന്ന് എബ്രായർ ലേഖനത്തിൽ പറയുന്നു അല്ലെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട് അല്ലെ. അതാണ് അതിനകത്ത് പ്രധാനമായ സത്യം. മക്കൾ എന്താണ്? ജഡരക്തങ്ങളോട് കൂടിയവരാണ്. അപ്പൊ ആ ജഡരക്തങ്ങളോട് കൂടിയ മക്കളെ പോലെ ആകുവാൻ അവൻ ആ ശരീരം സ്വീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പം പാപപരിഹാരത്തിനായിട്ട് എന്ത് ചെയ്യണം? രക്തം ചൊരിയണം എന്ന് വിശ്വസിച്ചു. അപ്പോൾ എന്താണ്? അതിനു വേണ്ടി അല്ലെ. ഒരു മനുഷ്യനെ കൊണ്ടത് സാധ്യമല്ല. കാരണം പാപമില്ലാത്ത ഒരു മനുഷ്യൻ അല്ലെ. നമ്മളിപ്പോ പാപം ചെയ്യാത്തൊരു മനുഷ്യൻ, ഓൻ പാപം ചെയ്യാത്തൊരു കുഞ്ഞാട എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പം ദൈവം എന്ന് പറയുമ്പോൾ ദൈവം പാപത്തിൽ വസിക്കുന്നവനല്ല, പാപത്തിൽ ജീവിക്കുന്നവനല്ല എന്നുള്ളതാണ് സത്യം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പാപത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനം പറയുന്ന സത്യം എന്ന് പറയുന്നത്. എല്ലാവരും പാപത്തിന്റെ കീഴിലെന്ന് പറയുമ്പോൾ തന്നെ അവരെ പോലെ ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരുടെ ഇടയിൽ ഒരു മോചനം ലഭിക്കത്തുള്ളൂ. അതുപോലെ ആയി തീർന്നു ദൈവം മനുഷ്യനെ പോലെ. അതാണ് വേഷത്തിൽ മനുഷ്യനായി എന്ന് ഫിലിപ്പർ പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? ലോകത്തിന്റെ പാപപരിഹാരം വരുത്തുന്ന യാഗപുരുഷൻ, മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യ വെളിപ്പാടായി അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വന്നു. അതായിരുന്നു യേശുക്രിസ്തു. അത് ഇന്നും ആർക്കും അറിയത്തില്ലാത്ത ഒരു വാസ്തവമാണ്. പലരും ഇന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പിതാവ് മുകളിലിരിക്കുമ്പോൾ ഒരു പുത്രൻ ഭൂമിയിൽ കൂടി നടക്കുന്നു എന്നുള്ളതാണ് പല ആളുകളുടെയും വാസ്തവം എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പീലിപ്പോസ് ചോദിച്ചതിന് മറുപടി കൊടുക്കുന്നത്. ഇപ്പൊ പീലിപ്പോസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്തോ ചിരി പോലാണ്. പക്ഷെ പീലിപ്പോസ് ചോദിക്കുകയാണ്, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം. അതിന് പറഞ്ഞ മറുപടി എന്താ? ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ പീലിപ്പോസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ മറ്റൊരാളായിരുന്നെങ്കിൽ അത് സ്വർഗത്തിൽ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചേമായിരുന്നു. പക്ഷെ അത് സംസാരിക്കുവാനായിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്യുന്നില്ല? ഒരുങ്ങുന്നില്ലാത്തിടത്തോളം കാലം ഭൂമിയിലുള്ള ആ വ്യക്തി തന്നെയായിരുന്നു മനുഷ്യനായി വെളിപ്പെട്ടത്, അല്ലെങ്കിൽ സ്വർഗത്തിലിരുന്ന ആ വ്യക്തി തന്നെ ആയിരുന്നു മനുഷ്യനായി വെളിപ്പെട്ടെന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. വാസ്തവങ്ങളിൽ വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ആരും കണ്ടിട്ടില്ല, സൃഷ്ടാവായ ദൈവത്തെ എന്ത് ചെയ്തിട്ടില്ല, ആരും കണ്ടിട്ടില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്. അപ്പോൾ പല ആളുകളും പറയുന്നു മോശ കണ്ടായിരുന്നു, മോശ പുറംഭാഗം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പറയാറുണ്ട്. അല്ലെങ്കിൽ അബ്രഹാം കണ്ടു. പക്ഷെ എന്നിട്ടും പുതിയ നിയമം പറയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും എന്ത് ചെയ്തിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ കണ്ടത്? ദൈവം മനുഷ്യനായി വെളിപ്പെട്ടപ്പോഴാണ് എല്ലാവരും കണ്ടെന്നാണ് യോഹന്നാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അതുപോലും മനസ്സിലാക്കാൻ ഇന്നത്തെ ആളുകൾക്ക് കഴിയുന്നില്ല. അപ്പൊ ഇത് സബ്ജക്റ്റ് ഇത് കേൾക്കുമ്പോൾ പല ആളുകളും പറയുന്നത് ഇത് കൊച്ചുകുട്ടികൾ ചോദിക്കുന്നവരാണല്ലോ ഇത് ചോദിക്കുന്നത്. കൊച്ചുകുട്ടികൾ ചോദിക്കുന്നതിന്റെ അല്ല, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവവചനം പറയുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലേ. ഇപ്പൊ സൃഷ്ടാവായ ദൈവം എന്ത് ചെയ്തു? സത്യത്തിന് സാക്ഷി നിൽക്കാൻ വേണ്ടി അവൻ മനുഷ്യനായി വെളിപ്പെട്ട് മനുഷ്യപുത്രനായി. കാരണം ഒരു ദൈവം, അദൃശ്യനായ ആ ആത്മാവായ ദൈവം ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നു അല്ലേ. മനുഷ്യ അവതാരം എടുത്തുകൊണ്ട് മനുഷ്യപുത്രനായി എന്ന് റോമൻ ഭരണാധികാരിയുടെ നീതിപീഠത്തിന് മുമ്പാകെ മനുഷ്യനായി നിന്നുകൊണ്ട് യേശു സാക്ഷ്യപ്പെടുത്തുന്നു. എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നു. ആര്? അദൃശ്യനായ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ ഇതാ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വന്നു നിൽക്കുകയാണ് അല്ലേ. താൻ രാജാവാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ രാജാവാണോ? അല്ല, ഒരേ ഒരു രാജാവേ ഉള്ളൂ, അത് ദൈവം തന്നെയാണ് ആ രാജാവ്. ആ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു എന്ന് അവിടെ പറയുന്നു. അപ്പം ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലേ. അപ്പം അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം എന്ന് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്ന ഒരു കാര്യമുണ്ട്. മഹോന്നതനായ ഏക സത്യദൈവം എന്ത് ചെയ്യുന്നു? സ്തോത്രയാഗങ്ങൾ എന്ത് ചെയ്തു? അർപ്പിച്ച് ആരാധിക്കുന്നു. അപ്പം ദൈവം മനുഷ്യനായിട്ട് വന്ന് നമ്മളെ
ഉപദേശിക്കുന്നു. അപ്പൊ ദൈവം എന്താകുന്നു എന്നവിടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നു, ദൈവം ആത്മാവാണ്, ആത്മാവുമാണ്, അദൃശ്യനാണ്, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനാണ്. ആ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത ദൈവം മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ വന്നു പാർത്തു എന്നവിടെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:30 പറയുന്നു, അല്ലെ, സൃഷ്ടാവായ ദൈവം എന്താണ്, ആ ആത്മാവായ ദൈവവും എല്ലാം ഒന്ന് തന്നെയാണ്, അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള വാസ്തവം. അപ്പൊ എന്താണ്, അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ ദൈവം ഭാവിയിൽ ഒരിക്കൽ മനുഷ്യനായി അവതരിക്കുമെന്ന് യെശയ്യാവും യെരമ്യാവും പോലുള്ള എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, യെശയ്യാവിന്റെ പുസ്തകം 9:6 പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നുള്ള അർത്ഥത്തില, നിത്യപുത്രനല്ല, നിത്യപിതാവ് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത്. അപ്പം ദൈവം മനുഷ്യനായി വെളിപ്പെടുമെന്ന് യെശയ്യാവ് കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ തൃത്വമായുള്ള സമഭുജാകൃതിയിലുള്ള ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ എന്താണ്, അപ്പോൾ യഥാർത്ഥ വെളിപ്പാടുകൾ വരേണ്ടത് അവിടെയാണ്, മനുഷ്യരുണ്ടാകേണ്ട വെളിപ്പാടുകൾ അവിടെയാണ്. തൃത്വമായ സമഭുജാകൃതിയിലുള്ള ദൈവത്തെ അല്ല നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടത്, നമുക്ക് ഏകദൈവത്തെ, അല്ലെ, ഏകദൈവം മനുഷ്യനായി വെളിപ്പെട്ടതാണ്, യേശു ക്രിസ്തു എന്നുള്ള വെളിപ്പാടാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പൊ അതാണ് നമുക്കുണ്ടാകേണ്ടത്, അതാണ് നമ്മുടെ വിജയം, അതാണ് ഒരു ദൈവ പൈതലിന് വേണ്ട വിശ്വാസവും അത് തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന, അല്ലെ പിതാക്കന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്, വരുന്ന ദിവസങ്ങളിൽ പിതാക്കന്മാരെ കുറിച്ച് പരിചയപ്പെടുത്താം. പിതാക്കന്മാർ എന്തൊക്കെയാണ്, തെർത്തുല്യനും ഓർഗിനും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ എന്താണ്, ഏക ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ തൃത്വം എന്ന് പറയുന്ന സമഭുജങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇടയിൽ നിന്ന് എടുത്തു കളയണം. കാരണം ഏക ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ട, ദൈവം ഒരുവനേ ഉള്ളൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലങ്ങളിൽ മുന്നോട്ട് നീങ്ങുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോ ഗുണമായി തീരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.